ഈ സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് കൊടുക്കുന്നയാൾക്കും കിട്ടുന്നയാൾക്കും ഒരേപോലെ സന്തോഷം പകരുന്ന ഒരു ഐറ്റം ആണ്. ഈ കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഈ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ, ഇവര് എൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ എപ്പോഴും കേക്ക് മേടിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവം കൊണ്ട് പോകുന്നത് വരെ അവരറിയാത്തത് എൻ്റെ ഭാഗ്യം. എൻ്റെ ഫേസ് കണ്ട അപ്പൊ തന്നെ ആ സർപ്രൈസ് അവിടെ പൊളിയുന്നുള്ളത് അടുത്തൊരു നിർഭാഗ്യം. അബ്രോഡ് വർക്ക് ചെയ്യുന്ന വിനൂപ് ആളുടെ വൈഫിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം കേക്ക് മാത്രമല്ല കേട്ടോ, അതിന്റെ കൂടെ ഒരു പിങ്ക് റോസിന്റെ ഒരു ബൊക്കെ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി ചേച്ചി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇന്നത്തെ ഈ ഒരു സർപ്രൈസ് കുറച്ചെങ്കിലും വർക്കൗട്ട് ആവാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ആ ബർത്ത്ഡേ ഗേളും അവരുടെ ഫാമിലിയും അവര് ഒരു ട്രിപ്പിലായിരുന്നു. അന്ന് രാവിലെ എത്തിയതേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ബർത്ത്ഡേ ഗേള് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇന്നത്തേക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്നുള്ളത്. ഇപ്രാവശ്യം കേക്ക് ഇല്ലാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ചേച്ചി എന്നാണ് ഞാൻ ആ കേക്കും കൊണ്ട് പോയപ്പോൾ പറഞ്ഞത്. പിന്നെ ആരാണ് ഓർഡർ ചെയ്തതെന്നുള്ളത് ആ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം ആൾക്കറിയാം ആളുടെ ഹസ്ബൻഡ് തന്നെയാണ് ഇത് ഓർഡർ ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആളുടെ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത ഫ്ലേവർ, കേക്കിന്റെ ഫ്ലേവർ വരുന്നത് പിസ്താഷിയോ കേക്കാണ്. 1 kg ആണ് കേട്ടോ വെയിറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു 10 to 12 റോസസ് വെച്ച ഒരു ബൊക്കെ കൂടി വേണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഐറ്റവും കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഡെലിവറിക്ക് പോകുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഇല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അതായത് ഈ വീഡിയോ കാണുന്നവരിൽ എത്ര പേർക്ക് ഇതുപോലെയൊക്കെ കിട്ടാറുണ്ട്? അഥവാ കിട്ടിയില്ലെങ്കിലോ ആഗ്രഹിക്കുന്നവരുണ്ടോ? എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്കും ഇതേവരെയായിട്ടും ഇങ്ങനെ ഒരു സർപ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഒത്തിരി നല്ല ആഗ്രഹമുണ്ട് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ. അതേപോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതായത് ഇതുപോലുള്ള സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോഴുണ്ടല്ലോ, ആ ഗിഫ്റ്റിനേക്കാൾ ഉപരി ആ ഗിഫ്റ്റ് കൊടുത്തയച്ച ആളോട് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു സ്നേഹവും പ്രത്യേക ഒരു സന്തോഷവും ഒക്കെ എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ആ ഫേസിൽ വരുന്ന ആ ഒരു എക്സ്പ്രഷൻ. ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സുഖം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാനും ബ്രദറും കൂടിയിട്ടാണ് ഇന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ഡെസ്റ്റിനേഷൻ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 2 മിനിറ്റ് പോയാൽ മതി. അപ്പോൾ ഞാനും ബ്രദറും കൂടി ആളുടെ വീടിന്റെ അവിടെ ചെന്ന് ബെല്ലൊക്കെ അടിച്ചു. ബർത്ത്ഡേ ഗേൾ ഇറങ്ങി വരുന്നുണ്ട്. വന്ന പാടെ എന്നെ കണ്ടതും കേക്കാണെന്ന് മനസ്സിലായി. പക്ഷെ ഈ ഒരു ബൊക്കെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ആ മുഖത്ത് തെളിഞ്ഞ ആ ഒരു സന്തോഷവും, നാണമാണോ സന്തോഷമാണോ സ്നേഹമാണോ ഒന്നും എനിക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റണില്ല എന്നാ പറഞ്ഞത്. പിന്നെ ഹസ്ബൻഡിന് ഒരു ഫ്ലൈങ് കിസും ഒക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമന്റ്, ഫോളോ, സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഒന്ന് കൂടെ കൂട്ടിയേക്കണേ. താങ്ക്